കുടിവെള്ളക്ഷാമം രൂക്ഷമായ എടത്വ പ്രദേശത്ത് ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം അടിയന്തരമായി ആരംഭിക്കണമെന്നും കിഴിവിന്റെ പേരിൽ മില്ല് ഉടമകൾ തുടർച്ചയായി കർഷകരെ ദ്രോഹിക്കുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് എടത്വ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച 10-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. വിളവെടുപ്പ് കഴിഞ്ഞ് 10 ദിവസത്തോളമായിട്ടും കിഴിവിന്റെ പേരിൽ നെല്ല് പലയിടത്തും പാടത്തു തന്നെ കിടക്കുകയാണ്. വിവരമറിഞ്ഞ് തോമസ് കെ തോമസ് MLA കർഷകരെ സന്ദർശിക്കുകയും അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നുവെന്നും വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. വേനൽ കടുത്തു തുടങ്ങിയതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം അടിയന്തരമായി ആരംഭിക്കണമെന്നും മില്ലുടമകൾ തുടർച്ചയായി കർഷകരെ ദ്രോഹിക്കുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്നും എടത്വ വികസന സമിതി ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കടുത്ത വേനലിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെമ്പാടുമുള്ളത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് അധിക ചെലവ് നൽകി കൃഷി ചെയ്ത് വിളയിച്ച നെല്ല് വിളവെടുപ്പ് കഴിയുമ്പോൾ പതിര്, ഈർപ്പം തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് മില്ലുടമകൾ കർഷകരെ ഗതികേടിലാക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് അധിക ചെലവ് നൽകിയാണ് കർഷകർ നെല്ല് വിളയിച്ചതെന്നും എന്നാൽ നെല്ലിന്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ പതിര്, ഈർപ്പം തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മില്ലുടമകൾ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും എടത്വ വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. എടത്വ തലവടി ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന വട്ടടി, കൊച്ചാലുംചൂട് പാടശേഖരം ഉൾപ്പെടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് 10 ദിവസങ്ങളായിട്ടും കിഴിവിന്റെ പേരിൽ നെല്ല് പാടത്ത് തന്നെയാണ് ഉള്ളത്. ഈ വിവരമറിഞ്ഞ് തോമസ് കെ തോമസ് MLA കർഷകരെ സന്ദർശിച്ചിരുന്നുവെന്നും എടത്വ വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് MLA ഉറപ്പ് നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് TN ഗോപകുമാർ അധ്യക്ഷത വഹിക്കും. പ്രസിഡന്റ് ഐസക് എഡ്വേർഡ് ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐസക് രാജു പ്രമേയം അവതരിപ്പിക്കും. ജനറൽ സെക്രട്ടറി ജോൺസൺ B ഇടിക്കുള, ട്രഷറർ കുഞ്ഞുമോൻ പട്ടത്താനം എന്നിവരാണ് ഈ വിവരം അറിയിച്ചത്. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.